ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പല പോറ്റിമാരും പല ആൾക്കാരും ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ അവതാരങ്ങൾ ഈ പറഞ്ഞ അമ്പലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ പലരായിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. വളരെ കരുതലോടെ ഇരിക്കണം. പക്ഷേ 8-ാം തീയതി ഈ കേസ് ഹൈക്കോടതിയിൽ പരിഗണനയിൽ വരുന്നുണ്ടല്ലോ. ഈ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് 8-ാം തീയതി. പോറ്റി വെളിപ്പെടുത്തൽ നടത്തുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നതാണ്? പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റു കാര്യങ്ങൾ ഹൈക്കോടതിയുടെ കാര്യമായിട്ട് നടക്കുമല്ലോ. അല്ല, രാഷ്ട്രീയ തലത്തിലല്ലാതെ വേറൊരു ഗൂഢാലോചന വരില്ലാലോ. ഈ അയ്യപ്പ സംഗമം എന്നത് നടന്നുകൂടാ എന്ന് നിർബന്ധമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല ബദൽ സംഗമം നടത്താൻ പറ്റുമെന്നും ആലോചിച്ചിരുന്നു. അത്തരം ശക്തികൾക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ കാണേണ്ടത് അയ്യപ്പ സംഗമത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ. അതല്ലേ കാണേണ്ടത്. നിങ്ങൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അത് പ്രത്യേകം പരിശോധിക്കട്ടെ. പക്ഷെ അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ട് വന്ന കാര്യങ്ങൾ കാണണം. 1 മണിയാകാൻ പോവുകയാണ്. 1 മണിക്ക് ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ ചോദ്യത്തിന് ഇനി സമയമുണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്കുക. ഒറ്റ ചോദ്യത്തിന് ഇനി സമയമുണ്ടാവും. നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചാൽ അത് ശരിയാവില്ല. ഒരാൾക്ക് ചോദിക്കുക, അതോടുകൂടി അവസാനിക്കും. ഈ ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ നിയമനം സംബന്ധിച്ചൊരു തർക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ, ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അല്പം നിയമപ്രശ്നങ്ങളുള്ളതാണ്. എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് സംബന്ധിച്ച് നിയമോപദേശം വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് കുറച്ച് പ്രയാസങ്ങൾ അത് കാരണം വന്നുയർന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു പരിശോധന നിയമവിദഗ്ധരെ അടക്കം അഡ്വക്കേറ്റ് ജനറലെ അടക്കം ഇരുത്തിക്കൊണ്ട് നടത്താൻ പോവുകയാണ്. അതിന്റെ അകത്ത് തീരുമാനങ്ങളും ഉണ്ടാകും. എട്ട് മുക്കാൽ എന്ന് പറയുന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ഈ 8 അട്ടി വെച്ച അത്രയും ഞാൻ എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണുപോകും. മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ച് ആൻഡ് വാർഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ച് ആൻഡ് വാർഡിനെ തള്ളുകയാണ്, ബലമായിട്ട് തള്ളുക. മറ്റൊന്ന് കാണുന്നത് ഈ വാച്ച് ആൻഡ് വാർഡിനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ച് വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ളയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതിയാൽ വീണു പോകുന്നയാളാണ്. ഈ പറയുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ. പക്ഷെ അവര് നിശബ്ദ ജീവികളല്ലേ അവിടെ. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ പോയിട്ട് ഉപദ്രവിക്കുകയാണ്, ആക്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് ആക്രമിച്ചത്? അതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം നിയമസഭയിൽ. ആ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗം എന്ന നിലയിലുണ്ട്. അപ്പോൾ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ പറയാം അതിന്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞത് ഇതാണ്. പക്ഷെ ഇന്നലെ ഞാനത് നമ്മുടെ ഏതോ ഒരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചിലർ ഇതേപോലെ ആടെന്ന് വിളിച്ച് ചോദിക്കുന്ന കേട്ട്, അല്ല നിങ്ങൾ നജീബ് കാന്തപുരത്തെയാണോ പറഞ്ഞത്? നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ള ആളല്ലേ? അയാൾ ഉയരം കുറഞ്ഞിരുന്നല്ലാതെ നല്ല ആരോഗ്യമുള്ള ആളല്ലേ? ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് കാണേണ്ടത്.